തീപിടിച്ചവരുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. വളരെ വ്യത്യസ്തവും വളരെ രസകരവുമായ ഒരു ദൈവാനുഭവമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്. വിദേശ മലയാളികളായ ഫ്രാങ്കോ ശോഭ ദമ്പതികൾ അവർ കർത്താവിനെ കണ്ടുമുട്ടിയ അതിശയകരമായ വളരെ ത്രില്ലടിപ്പിക്കുന്ന ആ അനുഭവം. ഒരാൾ ഭാര്യ വിദേശത്തേക്കുള്ള യാത്രാമധ്യേ വിമാനത്തിൽ വെച്ച് തൻ്റെ ഭർത്താവിനെ 3-4 വർഷത്തേക്ക് പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന വേദനയിൽ ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള ഒരു നിലവിളി ഉയർന്നപ്പോൾ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുകയാണ്. നിൻ്റെ ഭർത്താവിനെ ഞാനെടുത്താൽ, അല്ലെങ്കിൽ നിൻ്റെ പ്രിയപ്പെട്ടവരെ ഞാനെടുത്താൽ നീ എങ്ങനെ അവരെ സ്നേഹിക്കും? അതുകൊണ്ട് നിൻ്റെ യാത്രയുടെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഈ സ്വരം കേൾക്കുന്ന സമയത്ത് തന്നെയാണ് അതേ വിമാനത്തിനകത്ത് വിശുദ്ധയായ മദർ തെരേസ ഇരിക്കുന്നു. അമ്മയുടെ മുമ്പിൽ പോയി മുട്ടുകുത്തുന്നു. അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യൂറോപ്പിൽ വിമാനം ഇറങ്ങുമ്പോൾ തികച്ചും ഒരു പുതിയ സൃഷ്ടിയായിട്ടാണ് അവളവിടെ കാലുകുത്തുന്നത്. അതേ സമയത്ത് തന്നെ ആ നാളുകളിൽ തൻ്റെ ഭർത്താവ് ഫ്രാങ്കോ, അതും വളരെ രസകരമായൊരു അനുഭവം, അദ്ദേഹം യോഗ ചെയ്യുന്നതിൻ്റെ ഭാഗമായി ശീർഷാസനത്തിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ തലകുത്തി നിന്നപ്പോൾ ഉള്ളിലൊരു ചിന്ത, ഒരു ധ്യാനം കൂടാൻ പോകണമെന്ന്. അങ്ങനെ ഡിവൈനിൽ പോയൊരു ധ്യാനം കൂടുന്നു. ആ ധ്യാനത്തിലൂടെ കിട്ടിയ ദൈവാനുഭവം, ദൈവത്തിൻ്റെ വചനം ധാരാളമായി വായിക്കുവാനുള്ള പ്രചോദനമുണ്ടാകുന്നു. ആ നാളുകളിൽ തന്നെ യൂറോപ്പിൽ വിയന്നയിൽ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോകുവാനായിട്ട് വിസ ശരിയാകുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ ഒരുമിച്ച് ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു. പഴയ മനുഷ്യനെ പാടെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി അവർ ജീവിതം ആരംഭിക്കുന്നു. അതിനുശേഷമുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ കേൾക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. ഇപ്പം ഞാൻ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നിങ്ങൾ പുതിയ ഒരു ലൈഫ് ശരിക്കും യൂറോപ്പിൻ്റെ മണ്ണിൽ ആരംഭിക്കുകയാണ്. എന്തായിരുന്നു പിന്നീടുള്ള നിങ്ങളുടെ ഈ കർത്താവിന് വേണ്ടിയുള്ള ജീവിതം? അതെങ്ങനെയാണ് അവിടെ തുടങ്ങിയത്? അപ്പോൾ 91 ഒക്ടോബറോടിൽ ഞാൻ കൂടി വന്നപ്പോൾ അതിനോടനുബന്ധിച്ച് നവംബർ മാസത്തിലാണ് വിയന്നിൽ ആദ്യമായിട്ട് നായക്കൻ പമ്പലച്ചൻ്റെ ധ്യാനം വരുന്നത്. നായക്കൻ പമ്പലച്ചൻ ധ്യാനം കഴിഞ്ഞു. അച്ഛൻ സാധാരണ പറയാറുള്ള പോലെ നിങ്ങൾ ഓരോ പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ സാധാരണ നേതൃത്വത്തിലേക്കൊന്നും വരാൻ മടി കാണിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ കൊണ്ടുവന്ന് ചേച്ചി പറഞ്ഞു, ഫ്രാങ്കോ ശാപം കൊണ്ട് ഒരു പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങുക. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേക കരുണയാൽ നവംബർ 22-ാം തീയതി 1991 അങ്ങനെ കൊച്ചു പ്രാർത്ഥന കൂട്ടായ്മ ആയിട്ട് തുടങ്ങുക. ചെറിയൊരു പ്രയർ ഗ്രൂപ്പ്. എത്ര പേരൊക്കെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് കൂട്ടായ്മയിൽ കൂടി പരിചയമില്ല. അപ്പം ഞങ്ങൾ ജോർജ് പനക്കിലച്ഛന് ഒരു കത്ത് എഴുതാണ്, ഞങ്ങൾക്ക് കൂട്ടായ്മ ഉണ്ടാക്കണം എന്ന് ആഗ്രഹം. എങ്ങനെയാണ് അച്ഛൻ്റെ മറുപടി വന്നു, ഭാര്യയും ഭർത്താവും ഒരു സമയം നിശ്ചിത സമയം കണ്ടെത്തിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങാം. അപ്പോൾ ദൈവം അതിനുള്ള വ്യക്തികളെ കൊണ്ടുവരുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആദ്യം തുടങ്ങി. പിന്നെ ഞങ്ങളോട് ചേർന്ന് ആൾക്കാർ, പിന്നെ ദൈവത്തിൻ്റെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഇടപെടലുമായിട്ടുള്ള നല്ല എണ്ണം വ്യക്തികൾ അവിടെ വന്നിരുന്നു. ശരിക്കും ഈ വിയന്നയിലേക്കും മറ്റും കേരളത്തിൽ നിന്ന് പല ധ്യാന ഗുരുക്കന്മാരെ, ധ്യാന ടീമുകളെയൊക്കെ നിങ്ങൾ അവിടെ കൊണ്ടുപോയി പ്രസംഗിപ്പിച്ചു, അവിടെയുള്ളവർക്ക് വലിയ അനുഭവം. അതെങ്ങനെയായിരുന്നു നിങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയത്? അതായത് പ്രാർത്ഥന കൂട്ടായ്മ തുടങ്ങി. അപ്പോൾ എന്തെങ്കിലും അപ്പോൾ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കോർ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ദൈവം അത്ഭുതമായിട്ട് ഓരോ വർഷവും ഒരു ധ്യാന ടീമിനെ കൊണ്ടുവരാനായിട്ട് ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിനെ ആദ്യം ഞങ്ങളുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഫാദർ CJ വർക്കി കുളത്തുവയിൽ ടീമിനാണ്, NRC ടീമിനാണ് കൊണ്ടുപോയത്. ആ NRC ടീമിൽ 2 പേര് നമ്മുടെ സാലോമിൻ്റെ ഇപ്പോഴത്തെ ബെന്നിച്ചേരനും മാത്യുസാറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 7 പേരുടെ ടീം. അതായത് മലയാളികൾക്ക് മാത്രമായിട്ട് നമ്മുടെ നാട്ടിൽ നടത്തുന്ന പോലെ ഉറങ്ങുന്നില്ല എന്ന് മാത്രം. കാലത്ത് 8:30 വന്ന് രാത്രി 9 വരെ ധ്യാനം, കൗൺസിലിങ്ങും, എല്ലാവർക്കും കൗൺസിലിംഗ് അല്ല. അതുകൊണ്ടാണ് 7 പേരുടെ ടീമിനെ നമ്മൾ കൊണ്ടുവന്നത്. ശരിക്കും അവിടെ വിയന്നയിൽ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവത്തിന് തുടക്കം കുറിക്കുന്നത്. ഇതുപോലെ താമസിച്ചുള്ള ഒരു റിട്രീറ്റ് വന്നു. അതായത് 250ഓളം ഉള്ള വ്യക്തികളുള്ള 2 ആഴ്ചയായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഏകദേശം 500ഓളം പേരെ ഈ ആദ്യത്തെ സംരംഭത്തിൽ തന്നെ ധ്യാനിപ്പിക്കാൻ പറ്റി. ഒരു അഭിഷേകത്തിൻ്റെ നിറവിലുള്ള, നമ്മുടെ വർക്കീസിനൊക്കെ ആണല്ലോ അഭിഷേക നിറവിലുള്ള ഒരു ധ്യാനമായിരുന്നു. അത് ആ 3ാമത്തെ ആഴ്ചയിൽ, അവരുടെ വിസയുടെ 3ാമത്തെ ആഴ്ചയിൽ പ്ലാൻ ചെയ്ത് നമ്മൾ ജർമ്മൻസിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് ജർമ്മൻസിന് വെച്ചത്. അപ്പോൾ അവിടുത്തെ വലിയൊരു പള്ളിയിൽ, മരിയ ഫോൺ സീഗെ പള്ളി അല്ലേ, ആ പള്ളിയിൽ വെച്ച് ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് ഘടകവിരുദ്ധമായിട്ട് വെറും 20 ജർമ്മൻകാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ വർക്കിച്ചും പറഞ്ഞപ്പോൾ ആലോചിക്കുകയാണ്, ഞങ്ങൾക്ക് കുറച്ചൊരു ഡിജക്റ്റഡ് ഇതിലേക്ക് വന്നു, ഇത്ര പേരല്ലേ വന്നു, കാരണം തലയാഴ്ചകളൊക്കെ 10-20 പേര് വന്നത്. പക്ഷേ അച്ഛൻ പറഞ്ഞു, ഫ്രാങ്കോ, ശോഭ, അത് നിങ്ങൾ പേടിക്കേണ്ട, ഇത്ര പേരൊന്നും കർത്താവിനൊരു ആളെ മതി എന്നൊക്കെയാണ്. പക്ഷേ അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ എല്ലാവർക്കും ഇതുവർക്ക് ടച്ചിങ് ആയി. പിന്നെ ഒരു ടീമിനെ ഞങ്ങൾക്കൊരു പ്രചോദനം, പ്രാർത്ഥനയിലെ കോർ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് ഒരു ടീമിനെ അവിടുന്ന് ഇങ്ങോട്ട് അത് ചിന്തിക്കാൻ പറ്റാത്ത, അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ വർക്കിച്ചിൻ്റെ അന്നത്തെ ഉപദേശപ്രകാരം എന്ത് ചെയ്യുമ്പോഴും ഈശോയുടെ ആലോചന ചോദിക്കുക, എന്താണ് പറയുന്നതെന്ന് ചോദിക്കുക, അതിനനുസരിച്ച് വേണം നിങ്ങൾ ക്രമീകരിക്കാൻ, അല്ല മാനുഷിക ബുദ്ധികൾ നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എത്ര ദിവസം വേണം, ഏത് തീയതി വേണം, ഏത് ഫുഡ് കൊടുക്കണം, ഓരോ നിയമം എല്ലാം ചോദിച്ച് അങ്ങനെ 35 പേരെ ആണ് കർത്താവ് ആഗ്രഹിക്കുന്നത് കൊണ്ടുപോകാൻ 3 രാജ്യങ്ങളിൽ നിന്ന്. അത് ഏതൊക്കെ രാജ്യങ്ങളാണ്? ജർമ്മനി, സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ. ഞങ്ങളൊക്കെ ആരെയും അറിയില്ല, പക്ഷെ ഈശോ കൊണ്ടുവന്നു. അച്ഛമ്മ 5 വൈദികരുണ്ടായിരുന്നു. അതിൽ 5 വൈദികരുണ്ടായിരുന്നു. ഒരു ആഴ്ചത്തെ ധ്യാനം NRC. അത് ശരിക്കും അവിടെയുള്ള മലയാളികളെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ജർമ്മൻസ്. ജർമ്മൻസിനെ കൊണ്ടുവരിക. അവര് വരുമ്പോ ഇവിടെയുള്ളവരെങ്ങനെയാ, അവരോട് ഏത് ഭാഷയിൽ സംസാരിക്കും? അല്ല, ജർമ്മൻ ട്രാൻസ്ലേഷനായിട്ട് സിസ്റ്റർ മാർഗരീത്ത. ഇപ്പോൾ സിസ്റ്റർ മാർഗരീത്ത വളപ്പില സെപ്പറേറ്റ് ധ്യാനഗുരുവാണ് ജർമ്മനിലെ. ജർമ്മൻകാർക്ക് അവിടുന്ന് ഇങ്ങനെ ട്രാൻസ്ലേറ്ററെ കൂടെ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ 35 പേരും പിന്നെ ഞങ്ങൾ ടീമൊക്കെ കൂടി ഒരാഴ്ചക്കാലം നമ്മൾ NRCയിലാണ് അവർക്ക് ധ്യാനമായിരുന്നത്. അത് കഴിഞ്ഞ് NRCയിൽ ധ്യാനം വെള്ളിയാഴ്ച അവസാനിക്കലോ. എന്നിട്ട് ഡിവൈനിൽ വന്ന് അവിടുത്തെ ശുശ്രൂഷ കണ്ട് പിന്നെ അവിടുത്തെ ജെറൂസലേം ധ്യാനമന്ദിരവും പിന്നെ നമ്മൾ അൽഫോൻസമയും അതുപോലെ തന്നെ ചവറക്കുരിയോടൊക്കെ അവിടെ 2 ആഴ്ചയായിരുന്നു സമയമുണ്ട്. ഒരാഴ്ച ധ്യാനം, മറ്റാഴ്ച ധ്യാന കേന്ദ്രങ്ങളും വിശുദ്ധരുടെ സ്ഥലങ്ങളും മാത്രം. മറ്റേ ഒരു ദിവസം മാത്രമാണ് കൊച്ചിയിൽ ഒരു ഔട്ടിങ്ങിന് അവർക്ക് കൊടുത്തത്. അവർക്ക് വലിയ സന്തോഷകരമായ അനുഭവമായിരുന്നു. അന്ന് വന്നവരെല്ലാവരും ഇന്നും നിലനിൽക്കുന്നത് മാത്രമല്ല, അന്ന് വെറും നാട് കാണാനായിട്ട് വന്ന ഒരു വ്യക്തിയുണ്ട്. ധ്യാനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. അദ്ദേഹത്തിന്റെ വളരെ ചെറിയ ശരീരമുള്ള ആന്റിയുടെ കൂട്ടിന് വന്നതാണ്. ആ വ്യക്തി അച്ഛനായി മാറി. ജോർജ്. അങ്ങനെയുള്ള മാറ്റങ്ങൾ 35 പേരും ഇപ്പോഴും തൂണുകളാണ്. ജർമ്മൻ തൂണുകളാണ് ഒരു സ്ട്രോങ് ബിലീഫ്. പിന്നീട് നിങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്? അതിലെ ഒരു കാര്യം പറയാനുള്ളത്, ആ ധ്യാനത്തിലൂടെയാണ് അവസാനത്തെ ഒരു പ്രോഗ്രാം ആയിരുന്നത് മൈലാപ്പൂരിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രോഗ്രാം നമ്മൾ ഓരോ ക്ലാസ് കൊടുത്തിരുന്നു. മൈലാപ്പൂരിലെ ധ്യാനത്തിൽ സഹനത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. അന്ന് സഹനത്തിൻ്റെ ക്ലാസ് അന്ന് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിരുന്ന മഞ്ഞാക്കിലച്ചനാണ്. ജെയിംസ് മഞ്ഞാക്കിലച്ചൻ അന്ന് വിലക്കായിരുന്നു. ഫസ്റ്റ് പ്രോഗ്രാം, ആ വിലക്കിന് ശേഷമുള്ള ഫസ്റ്റ് മഞ്ഞാക്കലത്തിൻ്റെ ഓപ്പണിംഗ് പ്രോഗ്രാം വെച്ചത് മൈലാപ്പൂരിൽ വെച്ചിട്ടായിരുന്നു. സെൻറ് തോമസിൻ്റെ നമ്മുടെ ഇമ്മാനുവൽ പ്രാർത്ഥന കൂട്ടായ്മയുടെ ഈ ഗ്രൂപ്പിനെ കൊണ്ടുവന്ന് അവർ റിട്ടേണാണ്. മദ്രാസിൽ നിന്നാണ് അവർ റിട്ടേൺ ടു വിയന്ന, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡൊക്കെ പോകുന്നത്. അങ്ങനെ അച്ഛനും കൂടി ഒരു ഓപ്പണിങ് കിട്ടിയ ഒരു മൈലാപ്പൂര് സെൻറ് തോമസ്. അതായത് 14 ദിവസത്തെ പ്രോഗ്രാമിൽ ഒരാഴ്ച NRC, പിന്നെ ഓരോ ദിവസവും വിശുദ്ധ സ്ഥലത്ത് ഓരോ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു അവർക്ക്. ലാസ്റ്റ് അവർ ഫ്ലൈ ചെയ്യുന്നത് മൈലാപ്പൂരിൽ നിന്നായിരുന്നു. അതിന് സഹനത്തിൻ്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഈശോ കാണിച്ചതെന്നാണ്. ശരി, ഈ സഹനത്തിൻ്റെ ക്ലാസ് എടുത്തതിന് ശേഷം അതിനുശേഷം പിന്നീട് എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല സഹനങ്ങൾക്ക് വല്ല ഉണ്ടായോ? ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു അതായത് 85 കല്യാണം കഴിഞ്ഞതാണ്. ഇവർ വലിയൊരു പ്രാർത്ഥനക്കാരാണ്. ഇവർക്ക് മാത്രമല്ല മക്കളില്ലാത്തെന്നുള്ള ചോദ്യം ഈ നിലയിലൊരു വളരെ സംസാര വിഷയമായിരുന്നു. എത്ര വർഷം മക്കളില്ലായിരുന്നു? 14 വർഷം. നിങ്ങൾക്ക് ഇത്രയും വലിയ ദൈവാനുഭവം ഉണ്ടായി, അനേകരെ നിങ്ങൾ ദൈവാനുഭവത്തിലേക്ക് നടത്തുന്നു, ഇവിടുന്ന് അനേക ശുശ്രൂഷകരെ അവിടെ കൊണ്ടുപോയി വിശേഷം പ്രഘോഷിപ്പിക്കുന്നു, അനേകരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രയും വർഷങ്ങൾ ഏകദേശം 14ഓളം വർഷങ്ങൾ കാത്തിരുന്നിട്ട് നിങ്ങൾക്ക് കുട്ടികളുണ്ടായില്ല. അപ്പൊ അത് നിങ്ങൾക്കൊരു നിരാശയ്ക്ക് കാരണമായി തീർന്നോ? ഒട്ടുമില്ല, നിരാശയ്ക്ക് കാരണം വന്നില്ല. കാരണം എന്ന് വെച്ചാൽ ദൈവാനുഗ്രഹത്താൽ ഇപ്പോൾ പനക്ലസിൻ്റെ ഫസ്റ്റ് ഓസ്ട്രേലിയയിലേക്കുള്ള യൂറോപ്പിലേക്കുള്ള എൻട്രി ദൈവം ഉപകരണമാക്കി തീരുമാനം പ്രാർത്ഥന കൂട്ടായ്മയായിരുന്നു. അതുപോലെ തന്നെ ബ്രദർ തോമസ് പോളിനെ യൂറോപ്പിലേക്കുള്ള ഫസ്റ്റ് എൻട്രി ദൈവം ഞങ്ങളൊരു ബ്രിഡ്ജായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. എപ്പോഴും എല്ലാവർക്കും ഒരു ബ്രിഡ്ജായിട്ടാണ് ദൈവം ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പിനെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ കോർ ഗ്രൂപ്പിലെ ആൾക്കാരൊക്കെ അവരൊക്കെ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ഈശോ മക്കളെ തരും എന്നുള്ളത് വിശ്വാസം, പ്രത്യാശ ഉണ്ടായിരുന്നു. എന്നാണെന്നറിയില്ല. ആ കാലത്ത് അതിനുള്ള ചികിത്സാ രീതികളൊന്നും അവലംബിച്ചില്ല.
അപ്പോൾ ഞങ്ങളെ പലരും പറഞ്ഞു ഇവർ പ്രാർത്ഥിച്ച് നടക്കുകയാണ്, ഇവർ ചികിത്സയ്ക്ക് കാര്യങ്ങളൊക്കെ ബ്ലൈൻഡായിട്ട് അങ്ങനെ വേണ്ടത്. പക്ഷേ വാസ്തവത്തിൽ ഞങ്ങൾ അവിടുത്തെ ടോപ്പ് ഡോക്ടേഴ്സ്, ഇപ്പോൾ ഫോറിനിലെ വിദേശത്തെ ഡോക്ടേഴ്സ് പലരായിട്ട് കണ്ടു. അപ്പോൾ അവരെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കുഴപ്പങ്ങളുമില്ല, ഇനി ഞങ്ങളുടെ അടുത്തേക്ക് വരണമെങ്കിൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു ഡോക്ടർ, ലാസ്റ്റ് ഡോക്ടർ, ഞങ്ങൾ രണ്ടുപേരും പരസ്പരം അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ മനസ്സിന് അതിന് നോ പറയാനാണ് തോന്നിയത്. ഞങ്ങൾ നഴ്സിംഗ് ഫീൽഡാണ്, അപ്പോൾ ഒത്തിരി അറിവൊന്നും അതിനെക്കുറിച്ചില്ല. പക്ഷെ രണ്ടുപേർക്കും നോ തമ്പുരാൻ പറയിപ്പിച്ചു, അത് വേണ്ടെന്ന് വെച്ചു. ശരിക്കും അതിനെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങളോ അല്ലെങ്കിൽ മറ്ററിവുകളോ ഒക്കെ ലഭിച്ചത് കൊണ്ടാണോ പറഞ്ഞത്? അല്ല, നിങ്ങൾക്കുണ്ടായ പ്രചോദനമോ? ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു കൃത്രിമമായിട്ടുള്ള ഒന്നും വേണ്ടെന്ന് വെച്ചു. കൃത്രിമം വേണ്ട, മക്കളല്ല ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളൊരു ബോധ്യം ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതായത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നപ്പോൾ ഞങ്ങൾ ഡോക്ടേഴ്സും പറഞ്ഞു വി ഡോണ്ട് വാണ്ട് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആവശ്യമില്ല, അങ്ങനെ ട്രീറ്റ്മെന്റ് ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന് ചികിത്സിക്കാം, അല്ലാതെ. പിന്നെ നിങ്ങൾ എന്താ ചെയ്തത്? അപ്പോൾ അങ്ങനെ ഞങ്ങൾ 97 സമയങ്ങളിൽ ഇങ്ങനെ പേഴ്സണൽ പ്ലാനിനെ സംബന്ധിച്ച് ഈശോ ഒരു വചനം മരുന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് നൽകി. അത് റോമർ 4:18-21 ആണ് വചനം. നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറായുടെ ഉദരം ബന്ധമാണെന്നും അറിയാമായിരുന്നിട്ടും അവന്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്കെതിരായി അവൻ ചിന്തിച്ചില്ല, മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഈ വചനം ഇങ്ങനെ മനസ്സിൽ ഇത് പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുക. അങ്ങനെ പേഴ്സണൽ പ്ലാൻ കിട്ടി തരാം. അപ്പം അങ്ങനെ ഞങ്ങൾ പങ്കുവെച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും 97 തൊട്ട് ഈ വചനം 3 നേരം മരുന്ന് കഴിക്കുന്നത് പോലെ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. ശരിക്കും മരുന്ന് കഴിക്കാൻ തുടങ്ങി. വൈകുന്നേരം അത് ഞങ്ങൾ ലീവിന് ഇവിടെ വന്നാലും എവിടെയായിരുന്നാലും ഒരു ദിവസം പോലും മുടക്കില്ല. ആരുണ്ടായിരുന്നാലും മുടക്കുക മാത്രമല്ല, ഒരു കാര്യം കൂടി ഉണ്ട്. ഇത് 3 പ്രാവശ്യമാണ് കാലത്ത്. ഒരു പ്രാവശ്യം ഈ വചനം 18 തൊട്ട് 21 വരെ, 18, 19, 21 ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറയും നമുക്ക് വിശ്വാസത്തിൽ കാണാം ശോഭ ഗർഭിണിയായിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഗർഭം വന്ന് ഓക്കാനിക്കാൻ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ പോയിരുന്നത്. ഈവൻ ഓരോ മാസവും പീരീഡ് വരുമ്പോൾ അത് നമ്മൾ ദാമ്പത്യം വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും സൂക്ഷിച്ച് നടക്കണം. അതായത് ഗർഭം കലക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അത് അത്ര ഇടയ്ക്ക് അങ്ങനെയാണ്. മാത്രമല്ല ഞങ്ങൾ ഒരുപടി കൂടി വിശ്വാസത്തിലേക്ക് വിശ്വാസത്തിന്റെ പ്രവൃത്തിയിലേക്ക് വരാനായിട്ട് സാധിച്ചത്. ശരിക്കും നിങ്ങൾ വിശ്വാസത്താൽ ഭാവനയിൽ കണ്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ ഒരു ചോദിച്ചു, അത് നമ്മുടെ ഈ കാത്തലിക് ഫെയ്ത്തിന് ചേർന്നതാണോ? ചിലരെ പറയാറുണ്ട് അതൊക്കെ ഇങ്ങനെ ഈ പോളിയോങ്കിച്ചോ ഒക്കെ പറഞ്ഞ ഡൈമെൻഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനത്തെ ചില പ്രാർത്ഥനാ രീതികളാണ്, നമുക്ക് ചേർന്നതല്ലെന്നൊക്കെ ചിലർ പറയാറുണ്ട്. പക്ഷെ ഞങ്ങൾ പറഞ്ഞു നമ്മുടെ അനുഭവമാണ്. ഞങ്ങൾ പറയും ഈശോ ഇന്നും ജീവിക്കുന്നവനാണ്, വിശ്വാസത്താൽ കണ്ടു. വിശ്വാസത്താൽ കണ്ടു. അത് ഈവൻ ജോലി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, മാരിയോ എന്നാണ് പേരിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതെല്ലാം പേരിട്ടിട്ടില്ല. മകനെ വന്ന് മാരിയോ നീ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പൊ നമ്മുടെ വിശ്വാസത്തെ നമ്മൾ വിളിച്ചു വരുത്തുകയാണ്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുകയും വചനത്തിലുണ്ടല്ലോ. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ 1999 ഒരു വെക്കേഷൻ ഞങ്ങൾ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് വന്ന് സാധാരണ മലയാളികൾ പോകുന്നതിന് തലേ ദിവസം പരിപ്പ് എന്താ പറയുക മുളക് മല്ലി മല്ലിപ്പൊടി ഇതൊക്കെ എടുക്കലോ. അങ്ങനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു തൃശ്ശൂർ എലൈറ്റ് സൂപ്പർ മാർക്കറ്റിൽ ഇതൊക്കെ എടുക്കുന്നത്. എൻ്റെ ഒപ്പം പെങ്ങന്മാരുണ്ട്, 2 പെങ്ങന്മാരുണ്ട്, ഞങ്ങളുണ്ട്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മനോഹരമായ ആട്ടുകുട്ടിയിലാണ്. എൻ്റെ മനസ്സിലൊരു ഒറ്റ ചോദ്യമാണ് എൻ്റെ മനസ്സിൽ, ഇത്രയും വിശ്വാസം പ്രാർത്ഥിച്ചു നിനക്ക് ധൈര്യം ഉണ്ട് അതെടുക്കാനായിട്ട്?
ഞാനതെടുത്തു. അപ്പോൾ എൻ്റെ ഭഗവാനവർക്ക് പറഞ്ഞു, ഇതെന്ത് വട്ട കാണിക്കാൻ എൻ്റെ മക്കളില്ലല്ലോ. ഇല്ല, അതുകൊണ്ട് വേണം. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ അതെടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി വീടിൽ തിരിച്ചെത്തി. അന്ന് അത്ര വലിയ വീടല്ലായിരുന്നു. കയറി വരുന്ന ഫ്രാങ്കോ എൻ്റെ അടുത്ത് പറഞ്ഞു 2 റൂമേ ഉള്ളൂ, ഒരു വലിയ റൂം, പിന്നെ ഒരു ചെറിയ ക്യാബിനറ്റ് പോലെ ചെറിയ. ഫ്രാങ്കോ പറഞ്ഞു നമുക്കിത് നടുവിൽ കൊളുത്തിയിടാം, എന്നിട്ട് നമുക്ക് ബൈബിള് വെക്കാം. അത്രമാത്രം വിശ്വാസം എനിക്കില്ല. ഞാൻ പറഞ്ഞു നടുവിൽ വേണോ? ആകെയുള്ള ഒരു റൂമിന്റെ നടുവിൽ ആളുകൾ കയറി വരുമ്പോൾ കുട്ടികളില്ലാത്ത വീട്ടിൽ തൊട്ടിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു നമുക്കത് ആ കുഞ്ഞു റൂമിൽ വെക്കാം, ആരും കാണില്ലല്ലോ. അങ്ങനെ വിശ്വാസം എനിക്കില്ലായിരുന്നു. അങ്ങനെ കുഞ്ഞു റൂമില് അത് ബൈബിൾ വെച്ചു. ആ തൊട്ടിലെ 2000 ജനുവരിയില് മകൻ ജനിച്ചപ്പോ കിടത്തി. അതിനൊരു ശരിക്കും ഒരു മിനിറ്റ് നമ്മുടെ പ്രേക്ഷകരോടായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. വിശ്വാസത്താൽ നിങ്ങൾ വലിയ കാര്യങ്ങൾ, അസാധ്യമായ കാര്യങ്ങൾ ഭാവനയിൽ കാണുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്കൊന്നും കാണാനില്ലെങ്കിൽ പോലും, പ്രത്യക്ഷത്തിൽ ഒന്നും കാണുന്നില്ല, പക്ഷെ വിശ്വാസത്താൽ ഉള്ളതിനെ പോലെ നമ്മൾ കാണുകയാണ്. അങ്ങനെ വിശ്വാസത്താൽ അവർ ഭാവന കണ്ടു. വിവാഹം കഴിഞ്ഞ് 15-ാമത്തെ വർഷം കർത്താവ് അവരെന്ത് വിശ്വാസത്താൽ കണ്ടോ ആ കണ്ടത് അതുപോലെ സംഭവിക്കുക അല്ലേ? ഒരു മിടുക്കനായ ഒരു ആൺകുഞ്ഞിനെ കർത്താവ് അങ്ങനെ 2000 ജനുവരി 9 അങ്ങനെ മകനെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഒത്തിരി പേരുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ വിശ്വാസം മാത്രമല്ല നിങ്ങളുടെ വിശ്വാസത്തെ ജ്വലിപ്പിക്കുവാനും ഞങ്ങൾ അറിയാത്ത വ്യക്തികൾ പോലും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം കുഞ്ഞിപ്പോ എന്ത് ചെയ്യുന്നു? അവൻ ഞങ്ങളോടൊപ്പം ഉണ്ട്. അവനിപ്പോ വിവാഹിതനാണ് വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 2 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. അത് അതായത് ഒരാളുണ്ടായി. അതായത് 2ാമത്തെ മകളാണ്. അതിനുവേണ്ടി വാസ്തവം പറഞ്ഞാൽ ഞങ്ങളെ ഒരുക്കുകയായിരുന്നു പറയാം. ഈ 14 വർഷം ദൈവം ഒരുക്കിയത്, ദൈവത്തിന്റെ ആ പ്ലാനിലാണ് ഈ മക്കളുണ്ടായത്. ആ മകളെ സ്വീകരിക്കാൻ ഞങ്ങൾ റൈപ്പായിരുന്നില്ല. അതുകൊണ്ട് കാത്തിരുന്നത് ഞങ്ങളല്ല, ദൈവമായിരുന്നു എന്ന് പറയാം. ഞങ്ങളൊന്ന് റൈപ്പാവാൻ. കാരണം 2ാമത്തെ മകള് എന്നിട്ടാണ് മോളെ തന്നത്. ഡൗൺ സിൻഡ്രോം ഉള്ള ലിസ്മേരി. അവളെ സ്വർഗത്തിന്റെ താക്കോലെന്നാണ് മകൻ അവളെ കുറിച്ച് വിശേഷിപ്പിച്ചത്. കാരണം ഇങ്ങനൊരു മകനുണ്ടായി പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു എന്തുകൊണ്ട് മാനസികമായ വളർച്ച ഉണ്ടാകുന്നില്ലേ? മാനസിക ഡൗൺ സിൻഡ്രോം പലതരത്തിലുണ്ട്. പക്ഷെ അവളെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള സെന്റൻസ് ഫോർമേഷൻ ഉള്ള ബുദ്ധിമുട്ട്, പിന്നെ വളർച്ചയിൽ കുറച്ച് കുറവുണ്ടായിരിക്കും. ശരിക്കും ഇത് ഇവള് ഗർഭത്തിലായിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാമായിരുന്നു കുഞ്ഞിങ്ങനെ ആയിരിക്കും എന്നുള്ള ഈ സ്കാനിങ്ങിലൂടെ ഒക്കെ മനസ്സിലായിരുന്നു? അതായത് അതിനേക്കാൾ ഉപരി ഫ്രാങ്കോ 1ാമത്തെ മകൻ ഉണ്ടായപ്പോ അത് വചനോത്സവത്തിൽ ഒരു ചെറിയ സാക്ഷ്യം പോലെ എഴുതാനായിട്ട് ഇരുന്നു. ആ സാക്ഷ്യം പോലെ ഒരു പേജിൽ എഴുതാൻ ഇരുന്നത് ഒരു പുസ്തകമായി മാറി. 20 ചാപ്റ്ററുള്ള നമുക്ക് വേണ്ട ഇസ്ഹാക്കിനെ എന്നുള്ളൊരു പുസ്തകം. ആ പുസ്തകത്തിൽ ഒരു ചാപ്റ്ററാണ് ജീവന്റെ വിലയെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലും ജീവനെ സ്വീകരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള അത് എഴുതാണ് നമ്മൾ ഏത് ആ ചാപ്റ്റർ എഴുതുകയാണ്. ജീവൻ ഏത് വിധേയനാണ് ദൈവം തരുന്നത് അത് നാം സ്വീകരിക്കണം. അത് എഴുതാൻ തുടങ്ങിയപ്പോൾ ഫ്രാങ്കോന്റെ മനസ്സിലൊരു ഞാനില്ല ഫ്രാങ്കോന്റെ മനസ്സിലൊരു ചോദ്യം, നിനക്ക് ഇപ്പോൾ ഞാൻ തരാൻ പോകുന്ന കുഞ്ഞ് 2ാമത്തെ. അപ്പോൾ ഞാൻ പ്രഗ്നന്റ്. അത് എഴുതുന്നത് തബർനാക്കിൾ, അതായത് സക്രായുടെ മുന്നിൽ ഇരുന്നിട്ടാണ് എഴുതുന്നത്. സക്രായ വളരെ അടുത്താണ്. അപ്പോൾ ജോലി സ്ഥലത്തുള്ള ഒരു കപ്പേളയാണ്. അവിടെ ആരും വരുന്നില്ല. അപ്പോൾ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ച ടീം അംഗങ്ങളും കൂട്ടായ്മയിലെ ടീം അംഗങ്ങളും അത് മെസ്സേജ് പ്രകാരം എഴുതണേ. കാരണം ഞാൻ ചെറിയൊരു സാക്ഷ്യത്തിനാണ് എഴുതിയത്. അതുപോലെ തന്നെ സംഭവിക്കുക പിന്നീട് അല്ല. അപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് ഇതുപോലെ കുറവുകളുള്ള ഒരു കുട്ടിയെ ഞാൻ അടുത്ത പ്രാവശ്യം തന്നാൽ നീ സ്വീകരിക്കും? ആർ യു റെഡി ടു റിസീവ്? അപ്പോൾ എന്ത് മറുപടി പറഞ്ഞു? എഴുതാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു കുറച്ച് വിഷമാണ്, അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അന്ന് മകൾക്ക് 3 മാസം ആയിട്ടില്ല. പക്ഷെ അന്ന് മുതലേ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഈശോയെ ഈ കുഞ്ഞിനെ സ്വീകരിക്കാൻ ഞങ്ങൾ ഒരുക്കണേ. അങ്ങനെയാണ് കുഞ്ഞിനെ തരുന്നതെങ്കിൽ. അപ്പൊ ശരിക്കും അവിടുത്തെ ഡോക്ടർമാര് അല്ലെങ്കിൽ മറ്റ് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ അവരൊക്കെ ഈ ഇങ്ങനെ ഒരു കുഞ്ഞിനെ സ്വീകരിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടു? അതായത് ചെക്കപ്പ് ചെയ്ത് അതിനുള്ള ചെക്കപ്പുകളുണ്ട് അവിടെ. അതായത് കുഞ്ഞെങ്ങനെയാണെന്ന് അറിയാനായിട്ടുള്ള ചെക്കപ്പുകൾ.
പക്ഷെ അത് നമ്മളത് അത് മൂത്ത മോനുണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ ഏജ് ഓവർ ആയതുകൊണ്ട് രണ്ടുപേരുടെയും പ്രായം പരിധി കഴിഞ്ഞതാണ്. രണ്ടുപേരുടെയും വയസ്സ് കൂട്ടിയിട്ട് 70-നേക്കാൾ കൂടുതലാണെങ്കിൽ ആ ചെക്കപ്പ് ചെയ്യണം. അംഗവൈകല്യമുള്ള കുട്ടികളുണ്ടാവാം. അപ്പം അതുകൊണ്ട് ആ ഒരു ചെക്കപ്പിന് വേണ്ടി മകനുണ്ടായ കാലത്തെ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളത് നോ പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് ഏത് രൂപത്തിലായാലും ജീവൻ ദൈവത്തിന് ചെയ്യുന്നില്ല, ആ ചെക്കപ്പ് ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് ഒരു മാസത്തോളം. എന്താ ശരിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ ശരിക്കും മനസ്സിലുള്ള സന്തോഷമായിരുന്നു? എനിക്ക് ഭയങ്കര സംഘർഷമായിരുന്നു മനസ്സിൽ. എനിക്കത് കർത്താവിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട്. ഒരു മാസം സമയമെടുത്തു. എനിക്ക് കിട്ടിയ ഉത്തരം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം ഭാഗത്തിൽ പറയുന്ന പോലെ ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണെന്ന് ചോദിക്കുന്ന ആ വചനഭാഗങ്ങൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ടല്ലോ, ആരുടെയും പാപനിമിത്തമല്ല, ദൈവത്തിൻ്റെ പ്രകടമാകുകയാണ്. അത് കിട്ടിയപ്പോൾ ഐ വാസ് വെരി കാം. അതൊരു മാസം സമയമെടുത്തു. എന്നെ എന്തോ ദൈവം അതിനു മുമ്പേ ഒരുക്കിയിരുന്നു. ആ കുഞ്ഞ് എന്തായാലും, കാരണം ഞാൻ പറഞ്ഞില്ലേ പ്ലെയിനിൽ വെച്ച് തുടങ്ങിയ ആ ഒരു ദൈവത്തോടുള്ള അടുപ്പം എൻ്റെ നന്മയ്ക്കാണ്, എല്ലാം എൻ്റെ നന്മയ്ക്കാണെന്നും തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പോലെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ, നന്ദി. അതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു കൃപ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. 21 കഴിഞ്ഞു. 21 വയസ്സാവുന്നു. സന്തോഷമായ ഒരു വ്യക്തിയാണ്. ദൈവത്തിന്റെ സ്നേഹം കുറവില്ലാതെ ഞങ്ങൾക്ക് അവളിലൂടെ കിട്ടുന്നുണ്ട്. അവളിലൂടെ ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അവള് എന്താ പറയാ, ആത്മീയമായിട്ട് ഞങ്ങളുടെ വളർച്ചയ്ക്ക് ഇന്നും അവള് ഞങ്ങൾക്ക് ഒരു ഉപകരണമാണ് ഈശോയിലേക്ക് അടുക്കാൻ. ഇതിനുശേഷം നമ്മുടെ ഇപ്പോൾ ഈ കാലഘട്ടത്തില് നിങ്ങളുടെ ഈ സുവിശേഷ വേല അത് എങ്ങനെയാ മുന്നോട്ട് പോയി? ഇടയ്ക്ക് എന്തോ ഒരു ഈ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട ചില ശുശ്രൂഷകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതായത് പ്രാർത്ഥന കൂട്ടായ്മയുടെ ഇമ്മാനുവൽ പ്രയർ ഗ്രൂപ്പ് എന്നാണ് അവിടുത്തെ പേരായിരുന്നു. പിന്നെ പ്രാർത്ഥനയിലൂടെ തന്നെ വിഷ്വൽ മീഡിയയിലൂടെയുള്ള പ്രവർത്തനത്തിനായിട്ട് ദൈവം അഭിഷേകം തന്നു. കാരണം ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ഏറ്റവും ഇഷ്ടമായ സിനിമ ഫീൽഡ് ഈശോയ്ക്കാൻ സമർപ്പിച്ചു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലും കൂടി ആയിരിക്കണം കേരളത്തിൽ നടക്കുന്ന നവീകരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അറിയിക്കാനായിട്ട് ആദ്യത്തെ ഒരു ഡോക്യുമെൻ്ററിയാണ് കേരളത്തിലെ എല്ലാ ധ്യാനമന്ദിരങ്ങളെയും കണക്ട് ചെയ്തിട്ട് കൈറോസ് എന്നുള്ള ഒരു 3 മണിക്കൂറും 10 മിനിറ്റുള്ള ഒരു വീഡിയോ ഡോക്യുമെൻ്ററി ഫിലിം പിടിച്ചു. അതിലെല്ലാ ധ്യാനമന്ദിരങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് റിന്യൂവൽ, എങ്ങനെയാണെന്ന് അത് ജർമ്മൻ, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം 4 ഭാഷകൾ. അതിനുശേഷം രണ്ടാമത്തെ ദൈവം ഇടപെട്ടത്, ഞങ്ങൾ ഒരിക്കൽ ലീവിലേക്ക് വരുമ്പോൾ മറ്റ് മതവിശ്വാസികളായ വ്യക്തികൾ ഫ്ലൈറ്റിലുണ്ട്. പക്ഷേ അവരൊക്കെ നല്ല ക്രിസ്ത്യാനികളാണ്, യൂറോപ്പിലെ ജർമ്മൻ അറിയാവുന്ന ക്രിസ്ത്യാനികളാണ്. അപ്പം ഞങ്ങൾക്കുള്ളിൽ ഈശോ ആരാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അവർക്ക് അത് വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു തീം തന്നു, യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ളതിനെ കണക്ട് ചെയ്തിട്ട് ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ സിൻസ് ഓഫ് ദ വേൾഡ് എന്നുള്ള പേരിൽ 10 മതങ്ങളിൽ അടുത്ത അവരുടെ മതഗ്രന്ഥങ്ങളിലൂടെ കടന്നുപോയിട്ട് ബൈബിളിലൂടെ വന്ന് ഓരോ വ്യത്യസ്ത മതവിശ്വാസങ്ങളുടെ വ്യക്തികളുടെ സാക്ഷികൾ, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഈശോയുടെ അത്ഭുതങ്ങൾ, ഇതെല്ലാം 4 വ്യത്യസ്ത കാര്യങ്ങൾ. ഫാദർ ജോസ് ബാണിപ്പറമ്പിലാണ് അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കാര്യമാണ്. അങ്ങനെ അതൊരു 5 മണിക്കൂറിൻ്റെ വീഡിയോ ഇതാണ് ഓൺലി റിഡീമർ എന്നുള്ള അതിലേക്ക് വന്നു. അവിടെ അപ്പോൾ വിഷ്വൽ മീഡിയയിലെ പ്രവർത്തനങ്ങളിൽ അങ്ങനെ വന്നു തുടങ്ങി. പിന്നെയാണ് ദൈവം വേറൊരു ആംഗിളിൽ വന്ന്, അന്ന് ശാലോം ടി വി ഒക്കെ തുടക്കത്തിലാണ് വന്നിരുന്നത്. ഞങ്ങൾക്കും ശാലോം ടി വിയെ പോലെ ഒക്കെ ടി വി ചാനൽ വേണമെന്നുള്ള ഒരു ഇൻസ്പിറേഷനൊക്കെ ഉള്ള ആൾക്കാരായിരുന്നു. പക്ഷെ ദൈവം ഞങ്ങളെ വഴി മാറ്റി വിട്ടു. അതായത് ഇപ്പോൾ പബ്ലിക് മീഡിയയിലെ വചനം കൊടുക്കണം എന്നുള്ള ഒരു സംഗതി. അതായത് യൂട്യൂബിനേക്കാൾ ഒരുപാട് യൂട്യൂബ് ഇപ്പോഴല്ല വന്നേ. അത് നമുക്ക് ഇപ്പോൾ മെട്രോ സ്റ്റേഷൻ, വിയന്നയിലെ മെട്രോ സ്റ്റേഷൻസ്, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളിൽ, ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെയൊക്കെ വചനം കൊടുക്കണം എന്നുള്ള കാര്യം. അപ്പോൾ അവിടുത്തെ തിയേറ്റർ അങ്ങനെ പബ്ലിക് ആയിട്ടുള്ള അങ്ങനെയുള്ള പബ്ലിക് സ്പേസുകളിൽ നമുക്കിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വചനം പറയാൻ പറ്റുമോ? ഇത് എന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ, ജാഗരണ പ്രാർത്ഥനയിൽ, അവിടുത്തെ ജാഗരണ പ്രാർത്ഥനയിൽ ഒരിക്കൽ ഒരു പങ്കുവെച്ചു. അതായത് ഇന്ന് നമ്മൾ വിയന്നയിൽ വിശ്വാസത്തിൻ്റെ കാര്യമുള്ള വിയന്നയിൽ മെട്രോ സ്റ്റേഷൻ വെരി ബ്യൂട്ടിഫുൾ, അടിയില്ല. അപ്പോൾ എല്ലായിടത്തും സ്ക്രീനുണ്ട്. നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പോൾ ട്രെയിൻ വരാൻ നിൽക്കുമ്പോൾ നമ്മൾ കണ്ണ് അവിടേക്കേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് സമർപ്പിച്ചുള്ള പ്രാർത്ഥിച്ച വിശ്വാസത്തിൽ നമുക്കിപ്പോൾ കാണാം മെട്രോ സ്റ്റേഷനിൽ നമ്മുടെ ഇമ്മാനുവേഷൻ ഒരു വചനം ഒരു ദിവസമെങ്കിലും ഇടുന്നതാണ്. ദൈവം അത്ഭുതമായിട്ട് ഇടപെട്ടു. അവിടെ അതിനുള്ള അനുവാദം കിട്ടി. പിന്നെ ഇവിടെ ദൈവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ,
ഇപ്പോൾ അടുത്ത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മുടെ പബ്ലിക് ഉള്ള TV ചാനൽ കേരളത്തിൽ അത് അവിടെയും നമുക്കതിനുള്ള അനുവാദം കിട്ടി. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ താങ്കൾ ചോദിച്ച പോലെ, ബ്രദർ ചോദിച്ച പോലെ എന്നോട് പലരും ചോദിച്ചു, ഇത് അനുവാദം കിട്ടുമോ? ഈശോയുടെ പ്ലാനാണെങ്കിൽ അത് നടക്കും. അത് ഞങ്ങൾക്ക് ഒന്നുകൂടി അതൊരു സർട്ടിഫിക്കേഷൻ ആയത് ഫിലിം ബോർഡ് സർട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുകയാണ് ഈ നമ്മൾ കാണിക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്. ഈവൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇപ്പോൾ RRR എന്ന ഫേമസ് പടം ഇറങ്ങിയപ്പോൾ 6 ലാംഗ്വേജുകളാണ് ആ പടം ഇറങ്ങിയത്. 6 ലാംഗ്വേജുകളിലും 1 മിനിറ്റും 80 സെക്കൻഡ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഡയറക്റ്റാണ്. യേശുവാണ് ഏകരക്ഷകൻ എന്നുള്ള ഡയറക്റ്റാണ് അതിലൂടെ പറഞ്ഞു വരുന്നത്. വചനമുണ്ട്, കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് നമ്മൾ അവസാനം പറഞ്ഞത് യു ക്യാൻ ആക്സെപ്റ്റ് ഓർ ഡിസ്കസ്, ദാറ്റ് ഈസ് യുവർ ചോയ്സ്, ബട്ട് വി ഹാവ് ദ ഡ്യൂട്ടി ടു ഇൻഫോം യു. അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതിന് അത്ഭുതമായിട്ട് 6 ലാംഗ്വേജിലും ഫിലിം ബോർഡ് സർട്ടിഫിക്കേഷൻ കിട്ടി. ഇപ്പോൾ അത് കഴിഞ്ഞ വർഷം ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും തിരഞ്ഞെടുത്തിട്ട് ഒരു 10-75 തിയേറ്ററുകളിൽ ഒരു 2 ആഴ്ചക്കാലം അത് പ്രദർശിപ്പിക്കാനായിട്ട് സാധിച്ചു. അതായത് പബ്ലിക് മീഡിയയിലൂടെ അറിയാത്തവരെ അറിയിക്കുക, യേശുവിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരെ അറിയിക്കാൻ ഈ മാധ്യമം ശക്തമായിട്ട് ഉപയോഗിക്കുന്നുള്ള ആ ആംഗിളിലാണ് ഇമ്മാനുവൽ വിഷൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഇമ്മാനുവൽ വിഷന്റെ മറ്റ് പ്രോഗ്രാമുകളൊക്കെ എന്തൊക്കെയാണ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഇതിന് 5 പില്ലർ ദൈവം നൽകിയിട്ടുള്ളത്. ആദ്യം 3 ലാംഗ്വേജുകളിലാണ് ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ ചെറിയ അജഗണമാണ്. ഇപ്പോൾ വൻ കമ്പയറിങ് ഷെക്കേനോ അല്ലെങ്കിൽ ഷാലോവോ ഒന്നും കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ചെറിയ അജഗണം. ഞങ്ങൾക്ക് 3 ലാംഗ്വേജുകളാണ് തുടങ്ങിയിട്ടുള്ളത്. ഒന്ന് ജർമ്മൻ, പിന്നെ ഒന്ന് ഇംഗ്ലീഷ്, പിന്നെ ഒന്ന് നമ്മുടെ മലയാളം. അപ്പോൾ അതിലൂടെ 5 പില്ലറുകളെ നമ്മൾ വ്യത്യസ്തമായിട്ട്, ഒന്ന് സോഷ്യൽ മീഡിയ, പിന്നെ പബ്ലിക് മീഡിയ, പിന്നെ ഒന്ന് വീഡിയോ മെസ്സേജുകൾ, വീഡിയോ കണ്ടൻറ്റുകൾ, പിന്നെ ഒന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, പിന്നെ ഒന്ന് ഫിലിം മേഖല. 2-3 പടങ്ങളിലെ ആശയങ്ങളൊക്കെ ദൈവം തന്നു. അത് മനസ്സിലിങ്ങനെ ഗർഭം ധരിച്ചിരിക്കുന്നു, വിശ്വാസത്തിൽ തുടങ്ങാനായിട്ട് സംഗതിക്കുന്നു. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറഞ്ഞല്ലോ, നമ്മളെല്ലാവരും ഒരു കോമൺ ഇതിനു വേണ്ടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. യൂട്യൂബിൽ നമ്മളെല്ലാവർക്കും യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ എല്ലാ അച്ഛന്മാർക്കുണ്ട്, ധ്യാനബന്ധനങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഈക്വലായിട്ടൊക്കെ ചെയ്യാം. പക്ഷേ ഞങ്ങൾ ഒരു പടി കൂടി ഞങ്ങൾക്കൊരു ആശയം തന്നത്, യൂട്യൂബിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ പരസ്യം കയറി വരാറുണ്ട്. അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും, വചനം കൊടുക്കാൻ പറ്റും. അതിന് യൂട്യൂബിൻ്റെ ഗൂഗിളിൻ്റെ പെർമിഷൻ വേണം, ലൈസൻസ് കിട്ടണം. അപ്പോൾ അത് ഞങ്ങൾക്ക് ദൈവം സഹായിച്ചപ്പോൾ ഒത്തിരി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 6-7 വചനങ്ങൾക്ക് തന്നെ അതൊരു വളരെ നല്ല കാര്യം. കാരണം ഈ യൂട്യൂബിലും മറ്റും പ്രോഗ്രാമുകളുടെ ഇടയ്ക്ക് വരുന്ന പരസ്യം, ആ പരസ്യമായിട്ട് നമ്മുടെ വചനം കൊടുക്കും. ശരിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് വളരെ ഭാരിച്ച സാമ്പത്തിക ചെലവുകള്, അതുപോലെ സമയം, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ വിനിയോഗിക്കാനായിട്ട് സാധിക്കുന്നത്? ദൈവാനുഗ്രഹത്താൽ ഇതൊരു ദൈവത്തിന്റെ സൈനാണെന്നുള്ള ബോധ്യം കൂടി കിട്ടുന്നത്. വെനവർ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ട് ആദ്യം ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ സമർപ്പിക്കും. അപ്പോൾ ബാക്കി അത്ഭുതമായിട്ട് ആൾക്കാർ കോപ്പറേറ്റ് ചെയ്യും. അത് പലപ്പോഴും അനുഭവമാണ്. നമുക്ക് എടുക്കാം എന്ന് പറയാ വേണ്ടോ, എടുക്കേണ്ടി പോലും വരാറില്ല. ഞങ്ങള് സമ്മതിക്കാൻ, ഞങ്ങള് രണ്ടുപേരും തീരുമാനം എടുത്തു കഴിയുമ്പോൾ ദൈവം അത് വഴി നടത്തും. അപ്പോൾ അറിയാത്തവരെ അറിയിക്കുക, പബ്ലിക് മീഡിയയിലൂടെ അറിയിക്കുക എന്നുള്ളതാണ് ഇമ്മാനുവൽ വിഷനിലൂടെ ദൈവം തന്നിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. നമ്മുടെ മലയാളികളിൽ ഒത്തിരി പേര് യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ പോയി അവിടെ ചെന്ന് 4 കാശൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ ദൈവത്തെ വേണ്ട, പള്ളി വേണ്ട, എന്തിനധികം ഒരു വർഷമൊക്കെ ഒന്ന് പുറത്തോട്ട് പോയിട്ട് വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടുത്തെ റോഡ് വല്ലാത്തൊന്നും കൊള്ളാമോ, ഇവിടുത്തെ വെള്ളം കുടിക്കാൻ അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു ശൈലി രൂപപ്പെടുന്നു. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു, യൂറോപ്പിലുള്ള ഇവിടുന്ന് ചെന്നിട്ടുള്ള മലയാളികളിൽ ഏതാണ്ട് ഒരു 30% ആൾക്കാർക്ക് ദൈവവിശ്വാസമില്ല, നിരീശ്വരവാദത്തിലേക്ക് അവർ പോയിരിക്കുന്നു എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ നിങ്ങളുടെ അനുഭവം നേരെ തിരിച്ചാണ്. നിങ്ങൾ അവിടെ ചെന്നു, കർത്താവിന് വേണ്ടി നിങ്ങൾ ജീവിക്കുന്നു, അനേക ആത്മാക്കളെ നിങ്ങൾ നേടുന്നു. വാസ്തവത്തിൽ ആദ്യം പറഞ്ഞതും നിങ്ങളുടെ ജീവിതവും തമ്മിൽ എന്താ വാസ്തവത്തിനകത്ത്? എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ സ്നേഹം പാരമ്പര്യമായിട്ടല്ല, വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിഞ്ഞാലേ അവൻ എവിടെ പോയാലും അത് തുടരും. അതാണ് എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തതാണ് നമുക്ക് ഏറ്റവും. ഈ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഇല്ലാത്തവരാണ് ഈ പറഞ്ഞ 4 കാശൊക്കെ കാണുമ്പോൾ ഇനി കർത്താവൊന്നും വേണ്ടെന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നത്. ഈശോയായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉള്ള ഒരു വ്യക്തി എവിടെ പോയാലും അത് ഈശോയോടൊപ്പം. അവന് സമ്പത്തുണ്ടായാലും ദാരിദ്ര്യമായാലും രോഗമായാലും സൗഖ്യമായാലും ഒക്കെ അവൻ ദൈവത്തോട് കൂടെ നിൽക്കും. ദൈവം എല്ലാം സകലതും
ഈശോടൊപ്പം നിന്ന നന്മയായിരിക്കും മാറ്റും എന്നുള്ള ആ ഒരു പ്രത്യാശ, ആ ഉറപ്പിലോ മുന്നോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ ഈ മീഡിയയിലൂടെയുള്ള ഇമ്മാനുവൽ വിഷൻ, ഈ മീഡിയയിലൂടെയുള്ള കർത്താവിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാനുള്ള നിങ്ങളുടെ ഈ പരിശ്രമം, നിങ്ങളത് മുൻപോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ? തീർച്ചയായിട്ടും ഞങ്ങൾ തുടർന്ന് നിങ്ങളുടെ ജീവിതം അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടു. ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വാസ്തവമായിട്ടും ദൈവത്തെ കണ്ടുമുട്ടി, ദൈവം ഓരോ ദിവസവും എന്നതുപോലെ അതിശയകരമായിട്ട് നടത്തുന്നു. നിങ്ങളുടെ കുടുംബം മൊത്തത്തെ ദൈവം ഒരു വലിയൊരു അനുഗ്രഹമാക്കി മാറ്റി. നിങ്ങൾക്ക് വാസ്തവത്തിൽ അവസാനമായിട്ട് നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് എന്താണ് ഒരു സന്ദേശം കൊടുക്കാൻ? ആദ്യമായിട്ട് ഒരു ന്യൂസ് ചാനൽ വേണമെന്നുള്ള കാര്യം ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ പ്രാർത്ഥിക്കുന്നതാണ്. അത് പലർക്കും അറിയാവുന്നതാണ്. അത് ഷെക്കൈനിലൂടെ ന്യൂസ് ചാനൽ, മറ്റു ചാനലുണ്ടെങ്കിലും ഒരു ന്യൂസ് ചാനൽ സഭയുടെ ശബ്ദമാകേണ്ട ചാനലിലെ ഷെക്കൈനെ ദൈവം അത് ഒരുക്കിയതിന് നന്ദി പറയാം. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നതാണ് മാധ്യമം. നമ്മുടെ മൊബൈലിലാണെന്ന് നമ്മുടെ കംപ്ലീറ്റ് ഉള്ളത്. പക്ഷേ ആ മാധ്യമത്തെ ഏറ്റവും കൂടുതൽ ഒരു വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ചൂഷണം ചെയ്യാമെന്ന് പറയാം നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾക്ക്. പക്ഷെ അതിലൂടെ കർത്താവിനെ കൊടുക്കാനായിട്ട് നമ്മൾ കുറച്ച് ബാക്കാണ്. നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ മെസ്സേജുകളെല്ലാം എന്തൊക്കെ ഫോർവേഡ് ചെയ്യും. പക്ഷേ കാരണം ഇന്നിപ്പോൾ നമുക്കൊരു മൊബൈലുണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് സുവിശേഷവൽക്കരണം ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ വേണമെന്നില്ല. പക്ഷെ അത് നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് ഗൗരവമായിട്ട് എടുക്കേണ്ട കാലഘട്ടമാണ്. കാരണം ഇന്ന് മാധ്യമമാണ് സഭയെയും ക്രിസ്തുവിനെയും എല്ലാം താറടിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരായ നമ്മൾ നമ്മുടെ കയ്യിലുള്ള മാധ്യമത്തെ ഉപയോഗിക്കണം. പക്ഷേ അതിനാദ്യം ഞാനെന്ന മാധ്യമം ക്രിസ്തുവിലെ ഒന്ന് വിശുദ്ധീകരിക്കണം. അപ്പോൾ നമുക്ക് അതിനുള്ള ശക്തി ലഭിക്കും. എനിക്ക് പറയാനുള്ളത് മാധ്യമത്തിലൂടെ സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് മാത്രമല്ല, കർത്താവ് എന്താ ആഗ്രഹിക്കുന്നതോ അത് ചെയ്യണമെങ്കിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, ദൈവം നിങ്ങളോടും ചേർന്ന് നിൽക്കും. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഓരോ നിമിഷവും, അത് മാധ്യമത്തിലൂടെ എന്നല്ല, ഞാനെന്ന മാധ്യമമാകാം, അല്ലെങ്കിൽ ഏത് സാഹചര്യം ആരിലൂടെ ആകാം, എന്ത് ചെയ്യണമെന്നുള്ളത് ചേർന്ന് നിൽക്കുമ്പോൾ ആ സ്വരം കേൾക്കാൻ പറ്റും. ഈശോ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഇമ്മാനുവൽ, ദൈവം നമ്മോട് കൂടെ. പക്ഷെ ഞാൻ ദൈവത്തോട് കൂടെയാണോ എന്നുള്ള ഒരു ചിന്ത എപ്പോഴും നമ്മൾ ഇടയ്ക്ക് ഓർക്കുവാണെങ്കിൽ, ഞാൻ ആ ചിന്ത നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കും. ആ ഒരു ഓർമ്മപ്പെടുത്തലുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ, ദൈവം എന്താ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ടുള്ള ഒരു കൃപ ദൈവം നമ്മിലേക്ക് ഒഴുക്കും. അത് സ്വീകരിക്കാൻ പറ്റും. എല്ലാവരിലേക്കും കൃപ ഒഴുകുന്നുണ്ട്, അത് കാണുന്നില്ല, അറിയുന്നില്ല. ആ ഒരു ചിന്ത ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഞാൻ വ്യക്തിപരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു കൃപ തരണേ, ആ ഒരു പ്രാർത്ഥന ഞാൻ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. ഇന്ന് ഈശോയെക്കുറിച്ച് ആരോടെങ്കിലും പറയാനുള്ള ഒരു കൃപ, അത് നമ്മൾ ഒരുക്കണ്ട, നമ്മുടെ മുന്നിലേക്ക് ആ ഒരു ആഗ്രഹം ഉണ്ടായാലേ നമ്മുടെ മുന്നിലേക്ക് വ്യക്തികൾ വരും, അവസരങ്ങൾ വരും. നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അതെൻ്റെ വ്യക്തിപരമായ ഈ ശുശ്രൂഷ മാത്രമല്ല, വ്യക്തിപരമായ ഒരു, അത് ജോലി സ്ഥലത്താകാം, വഴിയിലാകാം, അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകാറുണ്ട്. വളരെ സന്തോഷം, വളരെ നന്ദി. നിങ്ങൾ യൂറോപ്പിൽ നിന്ന് കേരളത്തിലേക്ക് വളരെ ചുരുങ്ങിയ ദിവസങ്ങളിലെ ഒരു അവധിക്ക്, അതും മകൻ്റെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഈ തിരക്കിനിടയിൽ, ഇനി തിരിച്ചു പോകാൻ വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇടയിൽ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ നിങ്ങളിവിടെ വരെ വന്ന് ഈ സമയമൊക്കെ ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ തലമുറകളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you, Jesus. We are blessed. Actually, we are blessed. Amen. We have got a chance. ദൈവത്തിന്റെ നാമം സ്തുതി, ഈശോയും സ്തുതിയായിരിക്കട്ടെ.